ക്രിസ്തുമസ് പ്രകാശത്തിന്റെയും സ്നേഹത്തിന്റെയും തിരുനാളാണ്. അതുപോലെ തന്നെ സംഗീതത്തിന്റെയും തിരുനാൾ കൂടിയാണ് ക്രിസ്മസ്. ആദ്യ ക്രിസ്മസ് രാത്രിയിൽ ദൈവം മനുഷ്യനായതിന്റെ മഹാരഹസ്യം പ്രഖ്യാപിക്കപ്പെട്ടത് പ്രസംഗങ്ങളിലൂടെയോ രാജകീയ അറിയിപ്പുകളിലൂടെയോ അല്ല, മറിച്ച് ഗാനത്തിലൂടെയാണ്. ദേവദൂതന്മാർ പാടിയ ആ മഹത്തായ സ്തുതി, ഉന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ നല്ല മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനം. ഇങ്ങനെ സംഗീതം ദൈവസന്തോഷം മനുഷ്യഹൃദയത്തെ സ്പർശിക്കുന്ന ഭാഷയായി. ബത്ലഹേമിലെ യേശുവിന്റെ ജനനം നിശബ്ദതയെ സ്തുതിഗാനമാക്കി മാറ്റി. രാജകീയ ഭംഗിയില്ലാത്ത ആ എളിയ ഇടത്തിൽ ദൈവത്തിന്റെ മറഞ്ഞിരിക്കുന്ന മഹത്വം വെളിപ്പെടുത്തിയത് സംഗീതത്തിലൂടെയായിരുന്നു. ദൂതന്മാരുടെ ഗാനം ആട്ടിടയന്മാരുടെ ഹൃദയത്തെ ഉണർത്തി. ഭയത്തിൽ നിന്നും വിശ്വാസത്തിലേക്കും കേൾവിയിൽ നിന്ന് സാക്ഷ്യത്തിലേക്കും അവരെ നയിച്ചു. ഇന്നും ക്രിസ്തുമസ് സംഗീതം അതേ കാര്യമാണ് ചെയ്യുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ സ്പർശിച്ച് ക്രിസ്മസിന്റെ രഹസ്യത്തിലേക്ക് അവ നമ്മെ ആകർഷിക്കുന്നു. ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ സീസണൽ പാട്ടുകൾ മാത്രമല്ല, അവ സംഗീതത്തിലൂടെ ഉയരുന്ന പ്രാർത്ഥനകളാണ്. നാം കരോൾ ഗാനങ്ങൾ പാടുമ്പോൾ വാക്കുകളേക്കാൾ ശക്തമായി നമ്മുടെ വിശ്വാസം നാം പ്രഖ്യാപിക്കുന്നു. സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് പോലെ പാടുന്നവർ ഇരട്ടിയായി പ്രാർത്ഥിക്കുന്നു. സംഗീതം വാക്കുകൾ പോരാത്തെടുത്ത് നമ്മുടെ ഹൃദയത്തിന് ശബ്ദം നൽകുന്നു. ക്രിസ്തുമസിൽ സംഗീതം സ്വർഗത്തിനും ഭൂമിക്കുമിടയിൽ, മനുഷ്യർക്കിടയിൽ, തലമുറകൾക്കിടയിൽ ഒരു പാലമായി മാറുന്നു. കുടുംബങ്ങളെയും സമൂഹങ്ങളെയും സംസ്കാരങ്ങളെയും ഒരുമിച്ച് പ്രത്യാശയുടെ ആഘോഷത്തിലേക്ക് സംഗീതം കൂട്ടിച്ചേർക്കുന്നു. ദേവാലയത്തിലേക്ക് കടക്കാത്തവരുടെയും ഹൃദയം ഒരു പരിചിതമായ ക്രിസ്തുമസ് ഗാനം മൃദുവാക്കി മാറ്റുന്നു. കാരണം ക്രിസ്മസ് സംഗീതം ലോകം ആഗ്രഹിക്കുന്ന സന്ദേശമാണ് കൊണ്ടുവരുന്നത്. സമാധാനം, സന്തോഷം, ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ എന്ന സന്ദേശം. ക്രിസ്തുമസ് സംഗീതം കേൾക്കുകയും പാടുകയും ചെയ്യുമ്പോൾ അതിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിൽ മാത്രം നാം ഒതുങ്ങരുത്, മറിച്ച് അതിന്റെ സന്ദേശമായി മാറുവാൻ നാം ക്ഷണിക്കപ്പെടുന്നു. സ്തോത്രഗീതം പാടിയ മറിയത്തെ പോലെ, സദ്വാർത്ത അറിയിച്ച ദൂതന്മാരെ പോലെ സ്നേഹത്തിന്റെയും എളിമയുടെയും സ്തുതിയുടെയും സ്വരമായി നമ്മുടെ ജീവിതങ്ങളും മാറട്ടെ. അപ്പോൾ ക്രിസ്തുമസ് നാം കേൾക്കുന്ന ഒരു കാലമായി മാത്രമല്ല, നാം ജീവിക്കുന്ന ഒരു ഗാനമായി മാറും. പ്രത്യാശ തേടുന്ന ലോകത്തിന് സുന്ദരമായ ഒരു സംഗീതമായി. ദൈവം നമ്മെ ഓരോരുത്തരെയും അതിനായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തുമസിന്റെ ആശംസകൾ ഏറെ സ്നേഹത്തോടെ നേർന്നുകൊണ്ട് നന്ദി. അവിടുന്നവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി അങ്ങയുടെ സാന്നിധ്യത്തിന്റെ സന്തോഷം കൊണ്ടവനെ ആനന്ദിപ്പിച്ചു.